സൈബർ നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് ജിയാസ് ജമാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജിയാസ്, ഇപ്പോൾ നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകൾ കേൾക്കാറുണ്ട്, ഡാർക്ക് നെറ്റിലൂടെയുള്ള മറ്റു പല തട്ടിപ്പുകളും കേൾക്കാറുണ്ട്, ഒപ്പം ഈ ലഹരി, ഇതെല്ലാം കൂടെ സമ്മേളിക്കുന്ന നിലയിലാണ് ഈ ഒരു തട്ടിപ്പ്. ഇത്രയും നീണ്ട നില, അല്ലെങ്കിൽ ഇത്രയും വ്യാപ്തിയുള്ള ഒരു തട്ടിപ്പ് ഒരു മൂവാറ്റുപുഴക്കാരനിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കേൾക്കുമ്പോൾ ഞെട്ടലോടുകൂടിയാണ് നമുക്ക് കേൾക്കാൻ കഴിയുക. എങ്ങനെയായിരുന്നു ഈ നമ്മുടെ അന്വേഷണ സംഘം ഇയാളിലേക്ക് എത്തിയത്? അതിനെക്കുറിച്ച് അങ്ങേക്ക് അറിയാവുന്ന വിവരങ്ങളൊപ്പം എത്രത്തോളം നിയമപരമായി ഇയാളെ പൂട്ടാൻ കഴിയും നമുക്ക്? ഡാർക്ക് വെബ് ഏറ്റവും അധികം സൈബർ തട്ടിപ്പുകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതിയായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഡാർക്ക് വെബ് വഴി നമ്മളുടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ റീസെന്റ് ആയിട്ട് നടന്ന ലഹരി മാത്രമല്ല, കുട്ടികളുടെ ഫോൺ വീഡിയോകൾ മുതൽ ആയുധങ്ങളും അതേപോലെ തന്നെ എന്തിവിടെ ഇല്ലീഗലാണെന്ന് പറയുന്ന അല്ലെങ്കിൽ നിയമവിരുദ്ധമാണെന്ന് പറയുന്ന നിരോധിക്കപ്പെടുന്ന പല വസ്തുക്കളും പല സർവീസുകളും നമുക്ക് ഈ ഡാർക്ക് വെബ് വഴി മേടിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പല കാര്യങ്ങളിലും ഇത് ആളുകളിലേക്ക്, അതായത് ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകളിലേക്ക് അല്ലെങ്കിൽ സൈബർ തട്ടിപ്പുകാരിലേക്ക് പോലീസിന് എത്താനായിട്ടുള്ള ഒരു തടസ്സങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പൊ ഈ മൂവാറ്റുപുഴക്കാരനാണെങ്കിലും ഇദ്ദേഹം നടത്തിയ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പണമിടപാടുകൾ എന്തെങ്കിലും ക്രിപ്റ്റോ കറൻസി വഴിയും അല്ലെങ്കിൽ ബിറ്റ്കോയിൻ വഴിയൊക്കെ ആയിരിക്കും നടത്തിയിരിക്കുന്നത്. അപ്പൊ ഈ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ചാറ്റും എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ട്രാൻസാക്ഷനുകളും ട്രാക്ക് ചെയ്യാൻ നമ്മളുടെ പോലീസ് സംവിധാനത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. അതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങൾ, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഈ ഇടപാടുകൾ നടത്തുമ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളുടെ പോലീസ് സംവിധാനങ്ങളും അത്തരം ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസും നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇതറിയാത്ത ആളുകൾ വരെയും ചെറിയ കുട്ടികളടക്കം ഇതിൽ പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് ഇരയാവുന്നുണ്ട്. ഗെയിമിംഗ് മുതൽ നമ്മളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഇത്തരം ഡാർക്ക് വെബിന്റെ ചതിക്കുഴികളിലേക്ക് ചെന്ന് ചാടി പോകുന്നതാണ്. അപ്പോ ഇവരെ ചൂഷണം ചെയ്ത് വീണ്ടും 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 ഇത് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ലെവലിലുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ പോൺ വീഡിയോകളടക്കം ഒരുപാട് വ്യാപകമായിട്ട് പ്രചരിക്കുന്നതിന്റെ കാരണം ഇതിനൊരു നമ്മളുടെ എൻഫോഴ്സ്മെന്റ്, അതായത് ഒരിക്കലും നമുക്ക് ലോ എൻഫോഴ്സ്മെന്റിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മൾക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയ തോതിലുള്ള ലഹരിക്കടത്തും മറ്റ് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുമാണ് ഇയാൾ നടത്തി വന്നിരുന്നത്. ഇപ്പോൾ ഇയാളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത്, ഇയാളെ പിടിയിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ വലിയ നേട്ടം എന്ന നിലയ്ക്ക് തന്നെ നമുക്കതിനെ വിലയിരുത്താം. പക്ഷെ ഇപ്പോൾ 2 വർഷമായി ഇയാൾ വളരെ സജീവമാണ്. ഇയാൾ നടത്തിയിരുന്ന ഇടപാടുകളെല്ലാം വളരെ സജീവമാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ ഡീലിംഗ് ഇത്രയധികം നടത്തിയിരിക്കുന്ന ഒരേ ഒരാൾ എന്ന നിലയ്ക്കാണ്. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് നിയമത്തിന്റെ കണ്ണിൽ പെടാതെ? നമ്മളുടെ ട്രാൻസാക്ഷനുകൾ, ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഒരു LSD സ്റ്റാമ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മുടെ ക്രെഡിറ്റ് കാർഡോ നമ്മുടെ ബാങ്കിങ് വിവരങ്ങളോ ഒന്നുമല്ല നമ്മൾ അവിടെ ആ അക്കൗണ്ട് വഴിയല്ല ട്രാൻസാക്ഷൻ നടത്തുന്നത്. അപ്പൊ ഏതൊരു കുറ്റകൃത്യമാണെങ്കിലും എത്രത്തോളം അവർ ഈ പറഞ്ഞ പോലെ ഒളിച്ചു വെച്ച് ചെയ്താൽ പോലും അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ ഡാർക്ക് വെബ് ട്രാൻസാക്ഷനുകളിൽ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടത്തുന്നത് കൊണ്ട് തന്നെയാണ് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവപ്പെടുന്നത്. അപ്പോ ഇപ്പൊ NCRB ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഉണ്ട്, ഇവരടക്കം കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിനെതിരെ നടക്കുന്ന ഇത്തരം തട്ടിപ്പുകളും അല്ലെങ്കിൽ ഇതുപോലത്തുള്ള അറ്റാക്കുകളും അതേപോലെ തന്നെ ഈ സൈബർ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്റർപോളിന്റെ അടക്കം സഹായത്തോടു കൂടിയാണ് പല ഇതുപോലത്തെ നെറ്റ്വർക്കുകളും ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ കേരള പോലീസ് ആണെങ്കിലും ഇതുപോലെ ഇതിനു മുമ്പ് സമാനമായിട്ടുള്ള ഒരുപാട് ഡ്രഗ് കേസുകൾ പിടിച്ചിട്ടുണ്ട്. പാർസലുകൾ വരുമ്പോഴും അല്ലെങ്കിൽ ഇത് റിസീവ് ചെയ്യുന്ന ആളുകളും പോസ്റ്റ് ഓഫീസ് വഴിയും സംശയത്തോടെ അവർ നോക്കി അതിനെ പരിശോധിക്കുമ്പോഴാണ് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അറിഞ്ഞു പോകുന്നത്. പക്ഷെ ഈ കേസിൽ നമുക്കറിയാൻ കഴിഞ്ഞത് ഇത്തരം ഇയാൾ വർഷങ്ങളായി 2 വർഷത്തോളമായിട്ട് ഇയാൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒപ്പം തന്നെ ഇപ്പൊ നമുക്കറിയാം ഒറ്റൊരു കേസിൽ ഒരു LSD സ്റ്റാമ്പുമായി പിടിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യമല്ല ഇവിടെ നടന്നത്. അപ്പോ വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ ഒരു കാര്യം. ഇപ്പൊ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഈ ഗെയിമിംഗ് ഒക്കെ നമുക്കറിയാം, കുട്ടികൾ ഒരുപാട് അല്ലേ ഗെയിമിങ്ങിലൊക്കെ വ്യാപൃതരാകുന്നവരാണ്. അപ്പൊ അവരൊക്കെ ഈ ഡാർക്ക് വെബിലേക്ക് പോകാനുള്ള സാധ്യതകളും ചൂണ്ടിക്കാട്ടി. അതെങ്ങനെയാണ് നമുക്ക് ഏതെങ്കിലും വിധത്തിലൊരു പ്രതിരോധിക്കാൻ കഴിയുന്നതാണോ? കുട്ടികളെ എങ്ങനെ ആ കാര്യത്തിൽ ബോധവൽക്കരിക്കാൻ കഴിയും? അതുകൂടി വേണമല്ലോ. ഇങ്ങനെ ഈ ചതിക്കുഴിയിൽ ചെന്ന് ചാടാതെ എങ്ങനെ സംരക്ഷിച്ചു നിർത്താൻ കഴിയും പുതിയ ആളുകളെ? ഇപ്പൊ സാധാരണ നമ്മൾ ഡാർക്ക് വെബ് എന്നുള്ള ജസ്റ്റ് ഒരു ചർച്ച മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് പൊതുവെ എല്ലായിടത്തും നടക്കുന്നത്. ഈ ഡാർക്ക് വെബിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഗെയിം കളിച്ചു വരുന്ന സമയത്ത് പ്ലേ സ്റ്റോറിലും iOS-ലും ഒന്നും കിട്ടാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫോണിലേക്ക് കയറി കൂടാൻ പറ്റിയ മാൽവെയറുകളോ മറ്റെന്തെങ്കിലും സ്പൈ ആപ്ലിക്കേഷനുകളോ ഉണ്ടെന്ന് പറയുമ്പോൾ
ഈ ഡാർക്ക് വെബിനെ ആശ്രയിക്കുന്ന ആളുകളാണ് കുട്ടികളടക്കം പല രീതിയിൽ നമ്മൾ പല കേസുകളും കണ്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ചെല്ലുമ്പോൾ ചില ആളുകൾ അവിടെയും ചതിക്കപ്പെടുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇത്ര രൂപ ക്രിപ്റ്റോ കറൻസിയിൽ അല്ലെങ്കിൽ ബിറ്റ് കോയിനിൽ ട്രാൻസ്ഫർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാത്ത കേസുകൾ ഒരുപാടുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ആളുകളുടെ പോയിട്ടുമുണ്ട്. അപ്പൊ ഇതില് ഒരു തരത്തിലും എല്ലാം അനോണിമസ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ട്രാൻസാക്ഷനുകളാണ് കൂടുതൽ ഇത് നടക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവിടെ ഏറ്റവും രഹസ്യമായിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മുറി അടച്ചിരുന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾ അറിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആരെയും അറിയിക്കാതെ എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ധാരണയുണ്ട്. പ്രത്യേകിച്ചും അത് ഡാർക്ക് വെബ് അല്ലെങ്കിൽ പോലും കുട്ടികളുടെ പൊതുവായിട്ടുള്ള ഒരു കാണുന്ന രീതി, ഈ ചതിക്കുഴിയിൽ പെട്ടുപോകുന്ന മിക്ക കുട്ടികളും അവരുടെ പോൺ വീഡിയോകളും അല്ലെങ്കിൽ അത്തരം ദൃശ്യങ്ങളൊക്കെ പല രൂപത്തിലും പുറത്തു പോകുന്നുണ്ട്. അത് അങ്ങനെയുള്ള രീതിയിൽ ഈ പറഞ്ഞ ഗെയിമിങ്ങിന്റെ മറവിലാണെങ്കിലും മറ്റെന്തെങ്കിലും വാഗ്ദാനം കൊടുത്തിട്ടാണെങ്കിലും ഈ പറഞ്ഞ തട്ടിപ്പുകാർ അത് കൈക്കലാക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം കേരള പോലീസിന്റെ ഏറ്റവും വലിയൊരു ഇനിഷ്യേറ്റീവ് ആണ് ഓപ്പറേഷൻ ബി ഹണ്ട്. ഇതിനകത്ത് പിടിക്കപ്പെടുന്ന ദൃശ്യങ്ങളടക്കം ഇത്തരം രീതിയിലേക്കുള്ള പുറത്തുപോയ ദൃശ്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓരോ ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പോലും പേടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എത്ര രീതിയിൽ ലോ എൻഫോഴ്സ്മെന്റ് സ്ട്രിക്റ്റ് ആയാൽ പോലും ഇതിനെല്ലാം മറികടന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ജിയാസ് ഞങ്ങളോട് സംസാരിച്ചതിന്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സ്മാർട്ട് ഫോണുകളോ മറ്റ് ഉപകരണങ്ങളോ ഗാഡ്ജറ്റ്സുകളോ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ അതിൽ ഉൾപ്പെടുന്ന തരത്തിൽ അതിനെ ബന്ധിപ്പിക്കരുത് എന്നുള്ളതാണ് നമുക്ക് എടുക്കാൻ കഴിയുന്ന ആദ്യത്തെ ഒരു സുരക്ഷ എന്ന് പറയുന്നത്.